أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وآله وصحبه أجمعين أما بعد നൂറുൽ ഈളാഹ് പഠനം. ഇന്ന് നാം പറയാൻ പോകുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ്. പിന്നെയോ ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കുളിക്കൽ സുന്നത്താണ്. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും കുളിക്കൽ സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും കുളിക്കൽ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാലും കുളിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെയുള്ള ഒരു 20 കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, പറയാനുള്ളത്. നമുക്ക് വായിക്കാം. ഫസുലുൻ യുസന്നുൽ ഇഗ്തിസാലു ലിഅർബഅത്തി അഷിയ. 4 കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്, അഥവാ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ്. യുസന്നുൽ ഇഗ്തിസാലു ലിഅർബഅത്തി അഷിയ, 4 കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്, അഥവാ ആ കാര്യം ചെയ്യുന്നതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതിൽ ഒന്ന് സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരാണ്. അഥവാ ജുമുഅ നിസ്കാരം ഉദ്ദേശിക്കുന്നവൻ ആ നിസ്കരിക്കുന്നതിന് മുമ്പ്, ജുമുഅന്റെ മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ്, മൻ തവല്ല യൗമൽ ജുമുഅത്തി ഫബിഹാ വനിഅമത് വമൻ ഇഗ്തസല ഫഹുവ അഫ്ളൽ. കണ്ടാ, യൗമൽ ജുമുഅയിൽ വമൻ ഇഗ്തസല ഫഹുവ അഫ്ളൽ, കുളിക്കലാണ് വളരെ അത്യുത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലയും ഇമാം നസായി റഹിമഹുല്ലയ്ക്ക് ഉദ്ധരിക്കുന്നുണ്ട്. എന്നാ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റഹിമഹുല്ലയും മുസ്ലിമുക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് ഗുസ്ലുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലമിൻ, എല്ലാ മുഹ്തലമിനും അഥവാ പ്രായപൂർത്തിയായ എല്ലാവരും കുളിക്കൽ എല്ലാവർക്കും ജുമുഅയുടെ കുളി നിർബന്ധമാണ്, വാജിബാണെന്ന ഒരു ഹദീസുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസ് കാണാം, ഇമാം ബുഖാരി, ഇമാം മുസ്ലിമും നസായി റഹിമഹുമുള്ള ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅത ഫലിയഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജുമുഅക്ക് വരാൻ ഉദ്ദേശിച്ചാൽ അവൻ കുളിക്കണം എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുളിക്കണം, ജുമുഅന്റെ കുളി സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ജുമുഅക്ക് വേണ്ടി കുളിക്കുക. രണ്ടാമത്തെ സ്വലാത്തുൽ ഈദൈനി, 2 പെരുന്നാളുകൾക്ക് വേണ്ടിയുള്ള നിസ്കാരം. സ്വലാത്തുൽ ഈദൈൻ, വലിയ പെരുന്നാൾ, ചെറു പെരുന്നാൾ എന്നിങ്ങനെ 2 പെരുന്നാളുകൾക്ക് വേണ്ടിയുള്ള നിസ്കാരം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഗ്തസിലു യൗമൽ ഫിത്രി വൽ അദ്ഹാ വ അറഫ, റസൂലുള്ളാഹി യൗമുൽ ഫിത്റിലും യൗമുൽ അദ്ഹയിലും യൗമു അറഫയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹിമഹുല്ലയും തൊബ്രാനി ഇമാമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ കുളിക്കുക. വലിൽ ഇഹ്റാമി, ഇഹ്റാമിന് വേണ്ടി കുളിക്കലും സുന്നത്താണ്. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുളിച്ചതായി ഇമാം തുർമുദി ബാബു മാ ജാഅ ഫിൽ ഇഗ്തിസാലി ഇൻദൽ ഇഹ്റാമി എന്ന അധ്യായത്തിലും ഇമാം ബൈഹഖി ബാബുൽ ഗുസ്ലി ലി ഇഹ്ലാലിഹി എന്ന അധ്യായത്തിലും കൊണ്ടുവന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ കുളി സുന്നത്താണ്. പിന്നെ വലിൽ ഹാജി ഫി അറഫ, ഹാജിമാർക്ക് അറഫയിൽ നിൽക്കുന്ന സമയം അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. അറഫയിൽ വെച്ച് കുളിക്കൽ സുന്നത്താണ്. ബഅദ സവാലി, ഉച്ചക്കു ശേഷം കുളിക്കൽ സുന്നത്ത്, ഉച്ചക്ക് മുമ്പല്ല, ഉച്ചക്ക് ശേഷം കുളിക്കൽ സുന്നത്താണ്. അതെന്തിനാണ്? ഉച്ചക്ക് മുമ്പ് കുളിക്കലല്ല, ഉച്ചന്റെ ശേഷം കുളിക്കലാണ് സുന്നത്തുള്ളത്.
പിന്നെ അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്നാൽ വയുന്തബുൽ ഇഗ്തിസാലു ഫീ 16 ശൈഅൻ, ഇനിയോ 16 കാര്യങ്ങൾ, ആ 16 കാര്യങ്ങൾ ചെയ്താൽ, ആ 16 കാര്യങ്ങൾ ഉണ്ടായാൽ, സംഭവിച്ചാൽ കുളിക്കൽ സുന്നത്താ. അഥവാ ആ 16 കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം കുളിക്കണം. നേരത്തെ പറഞ്ഞ 4 ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണം എന്നാ. ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ശേഷം കുളിക്കൽ സുന്നത്താ. ആർക്കാണ്? ലിമൻ അസ്ലമ ത്വാഹിറൻ, ശുദ്ധിയുള്ളവനായി മുസ്ലിമായവനിക്ക് കുളിക്കൽ സുന്നത്താണ്. വലിയ അശുദ്ധികളൊന്നുമില്ലാത്ത വിധം ശുദ്ധിയുള്ളവനായിരിക്കെ മുസ്ലിമായ ആൾക്ക് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ വലിമൻ ബലഗബി സിന്നി, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയ ആളുകൾക്കും ആ സമയത്ത് കുളിക്കൽ, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായ, അങ്ങനെ വയസ്സുകൊണ്ട് പ്രായം തികഞ്ഞ സമയത്തിന് ശേഷം കുളിക്കൽ സുന്നത്താണ്. അത് എത്രയാണ് വയസ്സുകൊണ്ടുള്ളത്? 15 വയസ്സാ. 15 വയസ്സായ പ്രായപൂർത്തിയാകും ആ സമയം, 15 വയസ്സാകുന്ന ആ സമയം, അത് തികയുന്ന ആ സമയം കുളിക്കൽ സുന്നത്താണ്. അതുപോലെ വലിമൻ അഫാഖ മിൻ ജുനൂനിൻ, ഭ്രാന്തൻക്ക് അവന്റെ ഭ്രാന്ത് നീങ്ങിയാൽ, ആ ഭ്രാന്ത് തെളിഞ്ഞ് ബുദ്ധി തെളിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ്. വഇൻദൽ ഹിജാമത്തിൻ, ഹിജാമയിൽ നിന്ന് വിരമിച്ചാൽ, കൊമ്പ് വെക്കുക എന്ന് പറയല്ലോ, ആ ഹിജാമയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത്, വിരമിച്ചതിന് ശേഷം കുളിക്കൽ സുന്നത്താണ്. വസ്ലി മയ്യിത്തിൻ, മയ്യിത്തിനെ കുളിപ്പിച്ചതിന് ശേഷം കുളിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി മയ്യിത്തിനെ കുളിപ്പിച്ചതിന് ശേഷം കുളിക്കാറുണ്ടു ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല ബാബും ഫി ഗസ്ലി യൗമിൽ ജുമുഅ എന്ന അധ്യായത്തിൽ കൊണ്ടുവരുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ വഫി ലൈലത്തി ബറാഅത്തിൻ, വഫി ലൈലത്തി ബറാഅ, ബറാഅത്തിന്റെ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. ബറാഅത്തിന്റെ രാത്രി കുളിക്കൽ സുന്നത്താണ്. അഥവാ ശഅബാൻ 15ന്റെ രാവ്, അതാണ് ബറാഅത്തിന്റെ രാവ്, ആ രാത്രി കുളിക്കൽ സുന്നത്താണ്. അതെന്തിനാണ്? തഖർറുബൻ വ തഅലീമൻ ലിശൈനിഹാ വഹിയ അഹ്യ, ആ രാവിനെ ആദരിച്ചുകൊണ്ട്, ആ രാവിനൊന്ന് ഹയാത്താക്കാൻ, സജീവമാക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കുളിക്കൽ സുന്നത്താണ്. വലൈലത്തുൽ ഖദ്രി ഇദാ റആഹ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. ഇദാ റആഹ, ആ ലൈലത്തുൽ ഖദ്ർ അവർക്ക് ബോധ്യപ്പെട്ടാൽ, ഇന്ന രാത്രി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം അവനക്ക് കുളിക്കൽ സുന്നത്തുണ്ട്. പിന്നെ അതുപോലെ ഒരു ദുഖൂലി മദീനത്തി സയ്യിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന, ആ മദീന പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്താണ്. അതെന്തിനാ? തഅലീമൻ ലഹാ ലി ഹുർമതിഹാ, ആ മദീനയോടുള്ള തഅലീം, ബഹുമാനം സംരക്ഷിക്കാൻ വേണ്ടി. വലിൽ വുഖൂഫി മുസ്ദലിഫത വദാത യൗമിൻ നഹരി, പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ മുസ്ദലിഫയിൽ നിൽക്കാൻ വേണ്ടി, ആ പ്രഭാതമായതിന്റെ ശേഷം, പെരുന്നാൾ ദിവസം സൂര്യ ഉദിച്ചതിന് ശേഷം മുസ്ദലിഫയിൽ നിൽക്കാൻ പോകാൻ വേണ്ടി ആ കുളിക്കൽ എന്തുണ്ട്? സുന്നത്താണ്. പിന്നെയോ വഇൻദ ദുഖൂലി മക്ക, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടിയും കുളിക്കൽ സുന്നത്തുണ്ട്. വലി തവാഫി സിയാറത്തി, തവാഫിന് വേണ്ടിയും കുളിക്കൽ സുന്നത്താണ്. വലി സ്വലാത്തി കുസൂഫിൻ, ഗ്രഹണ നിസ്കാരത്തിന് വേണ്ടി, അത് സൂര്യ ചന്ദ്ര ഗ്രഹണ നിസ്കാരങ്ങൾ. വസ്തിസ്ഖാഇ, മഴയത്ത് നിസ്കാരത്തിന് വേണ്ടി. വഫസഇൻ, പേടിയുണ്ടായാൽ കുളിക്കൽ സുന്നത്താണ്. ഒരു വിഷയത്തിൽ പേടിയുണ്ടായി എന്നാ കുളിക്കൽ സുന്നത്താണ്. വദുൽമത്തിൻ,
നല്ല ഇരുട്ടുണ്ടായി. ഏതിരുട്ട്? പകൽ സമയത്ത് ഒരു പ്രത്യേക ഒരു ഇരുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. ഒരീഹൻ ശദീദ, ശക്തമായ കാറ്റുണ്ടായാൽ ആ കാറ്റടിച്ചാലും കുളിക്കൽ സുന്നത്താണ്. അത് ഏത് സമയത്താട്ടെ, രാത്രി ആട്ടെ പകലാകട്ടെ, ശക്തമായ കാറ്റടിച്ചാൽ കുളിക്കൽ സുന്നത്താ. കാരണം എന്താ? ഈ കാറ്റു മുഖേനയാണ് മുൻഗാമികളായ പല ധിക്കാരികളെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. അപ്പോ പിന്നെ നമുക്ക് ആ കാറ്റടിച്ച് നമുക്കൊന്നും അള്ളാഹുത്താൽ അപകടമൊന്നും സംഭവിച്ചില്ല. അതിന്റെ പേരിൽ നന്ദി സൂചകമായിട്ടോ മറ്റോ ഏതായാലും കുളിക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. ഇനിയും വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ കുളിക്കൽ സുന്നത്താണ്. യാത്ര കഴിഞ്ഞ് വന്നാൽ കുളിക്കൽ സുന്നത്താണ്. പിന്നെ ഇസ്തിഹാദത്തുകാരിക്ക് ആ ഇസ്തിഹാദത്ത് രക്തം നിന്ന് കഴിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ ജംറകൾ എറിയാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. അതുപോലെ ശരീരത്തിലോ വല്ല നജസ്സായി അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ വല്ല നജസ്സായാൽ ആ ശരീരം വസ്ത്രം മുഴുവൻ കഴുകൽ സുന്നത്താണ്. ഇതൊക്കെയോട് എല്ലാം കൂടി പറയുന്നില്ല, പ്രധാനപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്ത് റബ്ബിന്റെ പ്രീതി നേടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.